ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് ധ്യാന ചിന്തകൾ 2-ാം ദിവസം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ക്രിസ്മസ് ദൈവസ്നേഹത്തെ അറിയിക്കുന്ന തിരുനാളാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ദൈവം തൻ്റെ ഏകജാതനെ സ്നേഹിക്കാൻ തക്കവിധം ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ഈശോ ഈ ലോകത്തിൽ ജനിക്കാനുണ്ടായ കാരണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നതാണ്. ഈശോയുടെ ജനനം ദൈവസ്നേഹമാണ് വിളിച്ചോതുന്നത്. ഇന്ന് നമ്മൾ ഈ ജനന തിരുനാളിനായി ഒരുങ്ങുമ്പോൾ ഇന്ന് നാം ഓർക്കേണ്ടതും ഇത് തന്നെയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ ഏകപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം കുടികൊള്ളുന്നത്. സ്നേഹമെന്നാൽ ഇതാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ, ക്രിസ്മസ് സന്ദർഭത്തിൽ നാം ഏറ്റവും കൂടുതലായി ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. ഈ ദിവസങ്ങളിൽ ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന വലിയ ഒരു അവബോധത്തിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ക്രിസ്മസ് തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.